സ്റ്റേഡിയത്തിൽ സന്ദർശനം നടത്തിയ ശേഷം എന്താണ് നെഹ്റു സ്റ്റേഡിയത്തിന്റെ ഭാഗമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് GCDയുടെ അനുമതിയോട് കൂടിയിട്ട് അവരുടെ എഞ്ചിനീയേഴ്സിൻ്റെ അനുമതിയോട് കൂടി നമ്മൾ നടപ്പിലാക്കുകയാണ് വേണ്ടത്. അതെന്ന് പറയുന്നത് എല്ലാവരുടെയും സപ്പോർട്ട് കൂടി നടപ്പിലാക്കുന്ന ഒരു സംഭവമാണ്. ഈ നവംബർ മാസം 30-ന് ശേഷം ഇത് നമ്മുടെ കയ്യിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ എല്ലാ സ്റ്റേഡിയം അതിലേക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിച്ചിട്ടുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നവംബർ 30-ന് വർക്ക് തീർത്ത് സ്റ്റേഡിയം കളിക്ക് അനുയോജ്യമായ രീതിയിൽ ഹാൻഡ് ഓവർ ചെയ്യുക എന്നുള്ളതാണ്. 17-ന് കളി ഉണ്ടായിരുന്നെങ്കിൽ കളിക്ക് ശേഷം അത് കണ്ടിന്യൂ ചെയ്തേനെ. 17-ന് ശേഷം കളി ഉണ്ടെങ്കിൽ ആ കളിക്ക് മുൻപ് ഈ വർക്കുകൾ മുഴുവൻ തീർത്ത് നമ്മൾ 17-ന് കളി കളിച്ചതിന് ശേഷം നമ്മുടെ കളി കഴിഞ്ഞാൽ അവസാനം അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോഴത്തെ അജണ്ട എന്ന് പറയുന്നത് നവംബർ മാസം 30-ന് ഈ സ്റ്റേഡിയത്തിൻ്റെ മുഴുവൻ വർക്കും പൂർത്തീകരിച്ച് സ്റ്റേഡിയം ഹാൻഡ് ഓവർ ചെയ്യും. ഇതാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇതെന്തെങ്കിലും രേഖയുണ്ടായിരുന്നു, MOU എന്തെങ്കിലും ധാരണാപത്രം എന്തെങ്കിലും? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ അർജൻറ്റീന അസോസിയേഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഫുട്ബോൾ കളിയുമായി ബന്ധപ്പെട്ടിട്ട് ഇതൊരു ഗവൺമെൻറ് പ്രൊജക്റ്റാണ്. ഗവൺമെൻറ് പ്രൊജക്റ്റിൻ്റെ അകത്ത് ഞാൻ രണ്ടാമത്തെ സ്പോൺസറാണ്. ആദ്യം ഒരു സ്പോൺസർ ഉണ്ടായിരുന്നു, അവർ പിന്മാറിയതിന് ശേഷം ഞാൻ രണ്ടാമത് വന്ന സ്പോൺസറാണ്. അപ്പോൾ ആ സംവിധാനത്തിൻ്റെ അകത്ത് ആ സ്പോൺസർ വന്നതിന് ശേഷം ആദ്യം തിരുവനന്തപുരം സ്റ്റേഡിയം തീരുമാനിക്കുന്നു. അത് കഴിഞ്ഞ് കൊച്ചി സ്റ്റേഡിയത്തിലേക്ക് കൊണ്ടുവരുന്നു. തിരുവനന്തപുരം സ്റ്റേഡിയം തീരുമാനിക്കുമ്പോൾ അതൊരു ക്രിക്കറ്റ് സ്റ്റേഡിയം ആണെന്ന് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടും അതിന് FIFA റാങ്കിങ് കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് കൊച്ചി സ്റ്റേഡിയം തീരുമാനിക്കുന്നത്. കൊച്ചി സ്റ്റേഡിയത്തിന് FIFA അപ്രൂവൽ ഇല്ലാത്തതുകൊണ്ട് FIFA അപ്രൂവൽ കിട്ടുന്നതിന് വേണ്ട നിർമ്മാണ പ്രവർത്തികൾ നടത്തി അത് FIFA ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലേക്ക് ഉയർത്തണം. അത് ഉയർത്തുക എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു മാസം കൊണ്ട് ചിലപ്പോൾ നടന്നോണില്ല എന്ന് ചോദിച്ചപ്പോഴാണ് എന്നോട് ഇത് നടത്താൻ കഴിയുമോ എന്ന് ചോദിക്കുന്നത്. ആ നടത്തിലാക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ നമ്മൾ നടത്തുന്നില്ല. അല്ലാതെ എനിക്കിതിനകത്ത് അജണ്ടയില്ല. ഇപ്പം ഞാൻ വിചാരിക്കുന്നത് ഈ RBC റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ഇത് നടപ്പിലാക്കിയിട്ട് ഇതിൽ എന്താ ലാഭം അങ്ങനെ ഒരു ലാഭം കൊയ്യാൻ ഉദ്ദേശമില്ല. കാരണം ചില ആൾക്കാർ അങ്ങനെയായിരിക്കും കണ്ടിട്ടുണ്ടാവുക. കേരളത്തിൽ പണം മുടക്കുന്നവരെ മുഴുവൻ ലാഭം കൊയ്യുന്നവരായിട്ടായിരിക്കും കണ്ടിട്ടുണ്ടാവുക. അങ്ങനെ ശൈലിയായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പക്ഷേ എൻ്റെ മനസ്സിലെന്താണ്, ഞാൻ ഇറങ്ങി തിരിച്ചതിന് വേണ്ടിയിട്ടാണ് കേരളത്തിലൊരു ഇൻ്റർനാഷണൽ ഫുട്ബോൾ മത്സരം കൊണ്ടുവരണം, കേരളത്തിലെ ഫുട്ബോൾ ഡെവലപ്പ് ചെയ്യണം, സ്പോർട്സ് ഡെവലപ്പ് ചെയ്യണം, ടൂറിസം ഡെവലപ്പ് ചെയ്യണം. അത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം. ആ ഉദ്ദേശത്തിനോട് ഞാൻ പണം മുടക്കിയിട്ട് എനിക്ക് നഷ്ടം പറ്റാൻ ഞാൻ സഹിച്ചോളാമെന്ന്. കാരണം കളി നടന്നില്ല, എനിക്ക് വലിയ നഷ്ടം ഉണ്ടാവും. ആ നഷ്ടം ഞാൻ സഹിച്ചോളാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെയും ഒരു പൈസ ഞാൻ വാങ്ങിയിട്ടില്ല, ഒരു ടിക്കറ്റ് വിറ്റിട്ടില്ല, ഒരു സാധനം ഞാൻ ചെയ്തിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം കൊച്ചി ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തെ ഉയർത്തുക എന്നുള്ളതാണ്. ഈ സ്റ്റേഡിയത്തിൽ എന്തെങ്കിലും വർക്കിന് അപാകത ഉണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചോ, അതും കൂടെ ഈ 31-ാം തീയതി ഉള്ളിൽ തീർക്കും. ഏത് കാര്യത്തിലാണെങ്കിലും ഇതൊരു പൊതുമുതലാണല്ലോ. സ്വാഭാവികമായിട്ടും ഒരു കാര്യം ഒരു സ്പോൺസറെയാണോ ആരെയാണോ ഏൽപ്പിക്കുമ്പോൾ അതിനൊരു രീതി ഉണ്ടല്ലോ. ഒരു രേഖ അല്ലെങ്കിൽ സംവിധാനം എന്നൊക്കെ പറയുന്നത് ഇത് GCDയുടെ അണ്ടറിലുള്ള സ്റ്റേഡിയമാണ്. ഇത് ആരെങ്കിലും ഒരാൾ ഡെവലപ്പ് ചെയ്തല്ലേ പറ്റുള്ളൂ. അത് ഡെവലപ്പ് ചെയ്യുന്നത് ആരാ? അത് ഡെവലപ്പ് ചെയ്യുന്നത് GCD തന്നെയാണ്. അപ്പം ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത്, GCD അപ്രൂവൽ എന്നിട്ട് ഇത് നടപ്പിലാക്കാൻ പറയും. ഇപ്പം ഞാൻ ഫെഡ്ലൈറ്റ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഫെഡ്ലൈറ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ പറയുക, കാറ്റ് പിടിച്ചാൽ താഴെ പോകുന്ന അവസ്ഥയുണ്ടായിരുന്നത്. ഇപ്പോഴും നോക്കിക്കോളൂ. ഞാൻ ഈ രണ്ടെണ്ണേ തീർന്നിട്ടുള്ളൂ, 2 വർക്ക് നടക്കുകയാണ്. ആർക്കെങ്കിലും ഒരു ഉത്തരവാദിത്തമുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നു ഈ JCDൻ്റെ അവസ്ഥ ഇങ്ങനെ ഈ പറയുന്ന ഫെഡ്ലൈറ്റ് അങ്ങനെ നിൽക്കുമല്ലോ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എന്താണ് GCD തീരുമാനിക്കുന്നുണ്ട് ഈ സൈസിലെ ഫെഡ്ലൈറ്റ് ആണ് വേണ്ടതെന്ന് പറഞ്ഞു. അത് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നുള്ളത് ഞാൻ ചെയ്തു. അങ്ങനെ കണ്ടാൽ മതി. ഈ റിപ്പോർട്ടർ TV ഇപ്പോൾ എന്ത് ചെയ്യുന്നു, GCDക്ക് വേണ്ടിയ പെർമിഷനുള്ള സാധനത്തിൻ്റെ പണം ഫ്രീ ആയിട്ട് മുടക്കുന്നു എന്നുള്ളതിനൊക്കെ അപ്പുറം ഒന്നുമില്ല. അത് ചെയ്തു കൊടുക്കുന്നു. അതിലിപ്പോൾ എന്താ ചെയ്യാനുള്ളത്? കരാറില്ല. അപ്പോൾ കരാർ എന്ന് പറയുന്നതാണ് അതാണ് ഞാൻ പറഞ്ഞത്. നവംബർ മാസം 30-ാം തീയതി വരെ GCD ഈ കളിക്ക് നടത്താൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അപ്ഡേഷൻ നടത്താൻ വേണ്ടിയിട്ടും SKFനെ ഏൽപ്പിച്ചിട്ടുണ്ട്. SKF എന്നെ എന്ത് ചെയ്യുന്നു, ഇത് ഈ കളി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്തൊക്കെ അപ്ഡേഷൻ നടത്തുന്നു അത് GCD കൂടി പെർമിഷൻ കൊണ്ട് നടത്താൻ പറഞ്ഞു. അത് നടത്തുന്നു, അത്രേ ഉള്ളൂ. ഉണ്ടെന്നല്ലേ പറയുന്നേ. അതുണ്ട്. അത് ഞാൻ SKF ആയിട്ട്, എനിക്ക് GCD ആയിട്ട് ബന്ധമില്ലല്ലോ. ഞാൻ SKFൻ്റെ ാണ്. കാരണം SKF ആണ് ഇതിൻ്റെ കളി നടത്തേണ്ട അതോറിറ്റി. മനസ്സിലായോ? അവരുമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതുമായിട്ട് കളി നടത്തുന്നു. ഇപ്പം ഞാൻ എന്താ ചോദിക്കുന്നത്, നമുക്കൊരു വിവാദം ഉണ്ടാക്കണമെങ്കിൽ ആ വിവാദം കൊണ്ട് സർക്കാരിന് എന്തെങ്കിലും നഷ്ടം ഉണ്ടാവണ്ടേ? എവിടെയാണ് ഇതിൻ്റെ നഷ്ടം? നഷ്ടം ആർക്കാ? നഷ്ടം എനിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല സ്റ്റേഡിയം ഇവിടെ ഡെവലപ്പ് ചെയ്ത് നന്നാകുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. കാരണം എന്തിനാണ് ഞാൻ ചോദിക്കുന്നത്, ഞാൻ പറയും രാഷ്ട്രീയ വിവാദം എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ബാധിക്കുന്ന കാര്യമല്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ ബാധിച്ചാൽ മതി. അല്ലെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്ത് ബുദ്ധിമുട്ട് വരാനാ? എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടല്ലോ, ഇന്നലെ രാവിലെ തുടങ്ങി പോകുന്ന ശരി, സ്പോൺസറിന്റെ വിശദീകരണമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്.